ഒരു ദിവസം ഇവിടെ ഫുള്ളായിട്ട് നിന്ന് നോക്കി, ഇവിടെ എത്ര പേരാണ് പറഞ്ഞത്? പൊളിച്ചു മാറ്റാൻ മാത്രം അറിയാം, കെട്ടാ അറിഞ്ഞുകൂടാ, പൊളിച്ചു മാറ്റാൻ മാത്രം അറിയാം. തൊഴിലാളിമാർക്ക് ഒരു നിയമവും പാവപ്പെട്ട തൊഴിലാളിമാർ താഴെ കിടക്കുന്നവർക്ക് ഒരു നിയമവും മുതലാളിമാർക്ക് പൈസ ഉള്ളവന് ഒരു നിയമം, അതല്ല എല്ലാവർക്കും ഒരു നിയമം. പഞ്ചായത്ത് സെക്രട്ടറി നീതി പാലിക്കുക, പഞ്ചായത്ത് സെക്രട്ടറി നീതി പാലിക്കുക. ബാലരാമപുരത്ത് നടപ്പാത കയ്യേറിയുള്ള അനധികൃത കച്ചവടങ്ങൾ ഒഴിപ്പിച്ചു. ചന്തയിലെ ഷെഡുകളും പൊളിച്ചുമാറ്റി. ബാലരാമപുരത്ത് റോഡിലെ നടപ്പാതകൾ കയ്യേറി നടത്തുന്ന അനധികൃത കച്ചവടങ്ങൾ ബാലരാമപുരം ഗ്രാമപഞ്ചായത്തും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഒഴിപ്പിച്ചു. ഓണം അടുത്തെത്തിയതോടെ പ്രദേശത്ത് തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് അധികൃതർ കർശന നടപടിയുമായി രംഗത്തിറങ്ങിയത്. ഇതോടൊപ്പം മാർക്കറ്റിനുള്ളിൽ അനധികൃതമായി നിർമ്മിച്ചിരുന്ന ഷെഡുകളും അധികൃതർ പൊളിച്ചുമാറ്റി. നടപടിക്കിടെ കച്ചവടക്കാരും പഞ്ചായത്ത് അധികൃതരും തമ്മിൽ ശക്തമായ വാക്കുതർക്കവും ഉണ്ടായി. നടപ്പാതകൾ കയ്യേറി കച്ചവടം നടത്തിയിരുന്നതിനാൽ രാവിലെയും വൈകിട്ടും സ്കൂൾ കുട്ടികളടക്കമുള്ള കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെ നടക്കേണ്ടി വരികയും ദിനംപ്രതി അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്തും പോലീസും ചേർന്ന് പരിശോധന കർശനമാക്കിയത്. അതേസമയം മുൻപുണ്ടായിരുന്ന ചന്ത പൊളിച്ചു മാറ്റിയതോടെ അവിടെയുണ്ടായിരുന്ന 350ഓളം കച്ചവടക്കാർ നിലവിൽ ഉപജീവനത്തിനായി ബുദ്ധിമുട്ടുകയാണ്. പുതിയ ചന്ത വരുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ലെന്ന് കച്ചവടക്കാർ ആരോപിക്കുന്നു. കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന 350ഓളം കച്ചവടക്കാർ ഇന്ന് പല മേഖലകളിലുമായിട്ട് ചെന്നിച്ചിതറി കിടക്കുകയാണ്. അവർക്കിന്ന് ജീവിക്കാനൊരു ഉപജീവന മാർഗമില്ല. അവർ ഈ മാർക്കറ്റ് വരുമെന്ന് പറഞ്ഞ് 1.5 കൊല്ലത്തോളം അവർ കാത്തിരിക്കുകയാണ്. ഈ മാർക്കറ്റ് കൊണ്ടാണ് ഈ 350 കുടുംബങ്ങളിലും പുലർത്തിക്കൊണ്ടിരുന്നത്. ഈ 350 കുടുംബത്തോളം 350 ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 400ഓളം ആൾക്കാരുണ്ട്. അതിലിപ്പോൾ ഈ കൊറോണ സമയത്ത് തന്നെ 45-50ഓളം ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിൽ ബാക്കി കണക്കാണ് ഈ 350, 350, 360ഓളം കച്ചവടക്കാർ ഇവിടെ ഉണ്ട്. ഈ കച്ചവടക്കാരുടെ കറക്റ്റായിട്ടുള്ള രേഖകളെല്ലാം ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്തുണ്ട്. ഇവരെ മാറ്റിയപ്പോഴും അവർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവർ ഇന്നോ അല്ലെങ്കിൽ നാളെയെങ്കിലും ഇവിടെ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇന്ന് ഈ പല മേഖലകളുമായിട്ട് ചെന്നിച്ചിതറി കിടക്കുകയാണ് ഈ 350ഓളം കച്ചവടക്കാർ. ഈ മാർക്കറ്റ് തന്നെ ഹൈടെക് മാർക്കറ്റിൻ്റെ ആവശ്യമില്ല. 350 കച്ചവടക്കാർ ഇന്നും നിലവിൽ ഇവിടെ വഴിയോരങ്ങളിലിരിക്കുകയാണ്. അവരെ തന്നെ ഇവിടെ വീണ്ടും കൊണ്ടുവന്ന് തിരിച്ചു വെച്ച് ഇതൊരു പഞ്ചായത്തിൻ്റെ കീഴിൽ അവർ തന്നെ ചുങ്കമെടുത്ത് അവർ ചുങ്കപ്പിരിവ് കൊടുത്ത് തന്നെയാണ് ഇവിടെ വീണ്ടും ഇരിക്കാം. അല്ലാതെ ഹൈടെക് മാർക്കറ്റൊന്നും വരത്തില്ല ഇവിടെ. അവരെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ പഞ്ചായത്തിനോട് അപേക്ഷിക്കുന്നു. എന്നാൽ 2 വർഷത്തിനുള്ളിൽ പുതിയ ചന്തയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നമ്മളിന്ന് ഈ പാതയോരത്തിരിക്കുന്ന കച്ചവടങ്ങളെല്ലാം തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. നിലവിലെ ചന്ത പൊളിച്ചു മാറ്റിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള കച്ചവടക്കാർ ഈ ചന്തയ്ക്കകത്ത് അനധികൃതമായിട്ട് കയറി സ്ഥാപനങ്ങൾ കെട്ടിത്തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് ഇവിടെ എത്തിച്ചേർന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ തിരക്ക് അനുഭവപ്പെടുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും തിരക്ക് വരികയാണ്. ആ തിരക്ക് അനുഭവപ്പെടുമ്പോൾ അവർക്ക് ഇവിടെ വന്ന് പല സ്ഥലങ്ങളിൽ നിന്നും കച്ചവട സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ ബാലരാമപുരത്ത് എത്തിച്ചേരുന്ന ആളുകൾക്ക് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വഴിയോര കച്ചവടങ്ങളൊക്കെ തന്നെ നമ്മൾ ഒതുക്കി ഇരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഈ ചന്ത വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ കളക്ടറുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ഭരണസമിതി ഈ ചന്ത പൊളിച്ചു മാറ്റിയത്. എന്നാൽ വീണ്ടും ഇവിടെ ചന്ത നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് കഴിഞ്ഞ ഭരണസമിതി മുന്നോട്ട് പോയി. എന്നാൽ നമ്മൾ അധികാരത്തിൽ വന്ന് അതിനെ നമ്മൾ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ തന്നെ അതിൻ്റെ ലോണിൻ്റെ കാര്യങ്ങളിൽ ചില രേഖകളൊക്കെ തന്നെ അവിടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ആ രേഖകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ച് വില്ലേജിലും ഈ വസ്തു അളക്കുന്നതിന് വേണ്ടിയിട്ടും തഹസീൽദാർക്കുമൊക്കെ കത്ത് കൊടുത്തിരിക്കുകയാണ്. അതെല്ലാം നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് പോകുന്നതായിരിക്കും. അത് നമുക്ക് ദിവസം എടുക്കും. ഇപ്പം ഉടനെ തന്നെ ഇവിടെ ചന്ത നിർമ്മിക്കും എന്ന് പറയാൻ പറ്റില്ല. ഒരു 2 വർഷത്തിനകം തന്നെ ഈ ചന്ത നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കും. ഈ ചന്തയിൽ
അനധികൃതമായിട്ട് ഒരു 3-4 കട നമ്മുടെ വലതു ഭാഗത്ത് കെട്ടുകയുണ്ടായി. അത് പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വിളിച്ച് നാട്ടുകാരായ ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ട് ഈ ഓണം വരെയാണ്, അത് നമുക്കും ഞങ്ങളിവിടെ കെട്ടു എന്നുള്ള ഒരു ഇത് പറഞ്ഞ് ഞങ്ങൾ ഒരാഴ്ചയ്ക്കും ഒരു 4 ദിവസത്തേക്കും ഞങ്ങളിവിടെ വന്ന് ആ കടയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞു, അങ്ങോട്ട് തിരിച്ചു വയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാതെ ഇപ്പം പഞ്ചായത്ത് കമ്മിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിയോ വന്ന് ഇവിടുത്തെ കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ചന്തയുടെ അകത്ത് അനധികൃതമായിട്ട് കൈയേറി വെച്ചിരിക്കുകയാണ്. അത് ഒരു ചെറിയ കടയല്ല, ഇങ്ങനെ കുറച്ച് ഒരുപാട് സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതും പിന്നെ നമ്മൾ ഈ നടപ്പാത ഫുട്പാത്ത് ഈ ഓടയുടെ പുറത്തുള്ള സാധനങ്ങളെ നീക്കി വെച്ചു. നമ്മൾ ഈ പാവപ്പെട്ട കച്ചവടക്കാരെ ദ്രോഹിക്കാൻ വേണ്ടി ഇതിനടുത്ത് മാറ്റാൻ വേണ്ടി ആരെടുത്ത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഇനി പറയുകയില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനമൊക്കെ ഇനിയിപ്പം നടക്കും. ആ നടന്നാൽ നമുക്ക് ഇതിൻ്റെ സാമഗ്രികളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരണം. അതിന് വേണ്ടിയുള്ള ഒറ്റ ഇതാണ്. 13-ാം തീയതി ഒരു കമ്മിറ്റി കൂടെയാണ്. ചില സമയം ഞങ്ങളുടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കി ഒരാളിനെ നമ്മൾ ഇവിടെ ഫീസ് പിരിക്കാൻ വേണ്ടി നിർത്തും. GTV ന്യൂസ് ബാലരാമപുരം.